നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം. ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുന്നു. നാടെങ്ങും പ്രചാരണം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചില തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഇന്നത്തെ നല്ല വാർത്ത തുടങ്ങാം. നിങ്ങൾക്ക് മനോഹരമായി ഫോട്ടോ എടുക്കാൻ അറിയാമോ? വെറുമൊരു ഫോട്ടോ അല്ല കേട്ടോ, ജൻസി ഭാഷയിൽ പറഞ്ഞാൽ നല്ല അഡാറ് ഫോട്ടോ. പശ്ചാത്തലം കൊണ്ടും നിറങ്ങളുടെ സംയോജനം കൊണ്ടും ആറ്റിറ്റ്യൂഡ് കൊണ്ടുമെല്ലാം വെറൈറ്റി ആയൊരു ഫോട്ടോ. എങ്കിൽ നിങ്ങൾക്ക് സമ്മാനം ഉറപ്പ്. ഓ, ഇത്രയേ ഉള്ളോ? അത് സെറ്റല്ലേ? അങ്ങനെയല്ലേ വിചാരിച്ചത്? എന്നാൽ അങ്ങനെ വിചാരിക്കാൻ വരട്ടെ. ഈ ഫോട്ടോ പക്ഷേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതായിരിക്കണം. ക്ലിക്ക് കണിക്കൊന്ന മൊബൈൽ ഫോട്ടോഗ്രാഫി എന്ന മത്സരത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സ്ഥാനാർത്ഥികളെയും പ്രമുഖ വ്യക്തികളെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സ്വീകരിക്കുന്നതിന്റെ മൊബൈൽ ഫോട്ടോകളാണ് അയക്കേണ്ടത്. വിഷുക്കാലമായതിനാൽ നാടെങ്ങും സുലഭമായ നമ്മുടെ സംസ്ഥാന പുഷ്പം കൂടിയായ കണിക്കൊന്നയോ മറ്റ് നാടൻ പൂക്കളോ നൽകി വേണം ഇവരെ സ്വീകരിക്കാൻ. ഫോട്ടോ മൊബൈലിൽ പകർത്തി 8281029802 എന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ് അയക്കേണ്ടത്. നമ്പർ ഒരിക്കൽ കൂടി 8281029802. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹരിതചട്ടം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷനാണ് ഈ ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് അലങ്കാര വസ്തുക്കളും പൂച്ചെണ്ടുകളും ഒഴിവാക്കുന്നതിനാണ് മുൻതൂക്കം നൽകിയത്. പ്രായഭേദമന്യേ മത്സരത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാം. ഏപ്രിൽ 7 ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെ ഫോട്ടോ അയക്കാം. ഫോട്ടോയോടൊപ്പം പേരും സ്ഥലവും ജില്ലയും മെസ്സേജായും അയക്കണം. ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് ഒരു എൻട്രി മാത്രമേ അയക്കാൻ പാടുള്ളൂ. കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളവർക്കും പങ്കെടുക്കാം എന്നതാണ് മറ്റൊരു സവിശേഷത. അപ്പോൾ എങ്ങനെ, ഫോട്ടോ എടുക്കുകയല്ലേ? തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിനൊപ്പം തന്നെ അങ്ങുച്ചസ്ഥായിലാണ് മീനച്ചൂടും. അക്ഷരാർത്ഥത്തിൽ പൊള്ളുന്ന വെയിൽ. ഈ എരിപൊരി വെയിലത്ത് വോട്ട് ചെയ്യാൻ എങ്ങനെ പോകും എന്നോർത്ത് ബേജാറാവണ്ട. വോട്ട് ചെയ്യാൻ സൗജന്യ യാത്രയുമായി യൂബർ രംഗത്തുണ്ട്. തിരഞ്ഞെടുപ്പ് ദിനത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും വോട്ടർമാർക്കായി പ്രത്യേക പദ്ധതിയുമായാണ് യൂബർ ഇന്ത്യ രംഗത്ത് വന്നിട്ടുള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയവുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. സമ്മതിദായകർക്ക് അവരുടെ പോളിംഗ് ബൂത്തുകളിലേക്ക് യാത്ര ചെയ്യുന്നതിനായി യൂബർ ആപ്പിലൂടെ കാർ, ഓട്ടോ അല്ലെങ്കിൽ ബൈക്ക് എന്നീ വിഭാഗങ്ങളിൽ സൗജന്യ സേവനം പ്രയോജനപ്പെടുത്താം. എല്ലാ പോളിംഗ് ബൂത്തുകളുടെയും ലൊക്കേഷനുകൾ ആപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമ്മതിദായകരെ പിക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നും 2 കിലോമീറ്റർ വരെയുള്ള യാത്ര പൂർണ്ണമായും സൗജന്യമായിരിക്കും. 2 കിലോമീറ്ററിന് ശേഷമുള്ള യാത്രയ്ക്ക് യൂബർ നിശ്ചയിച്ച തുക അടച്ചാൽ മതിയാകും. പ്രായമായവർക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും ഉൾപ്പെടെ എല്ലാ വോട്ടർമാർക്കും ഈ സേവനം പ്രയോജനപ്പെടുത്താനാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചിട്ടുണ്ട്. യാത്രാ സൗകര്യങ്ങളുടെ അഭാവം മൂലം പോളിംഗ് ശതമാനം കുറയാതിരിക്കാനും എല്ലാവരുടെയും വോട്ട് ഉറപ്പാക്കാനുമാണ് ഈ സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. എന്ത് ഇലക്ഷൻ, വോട്ട് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? എൻ്റെ ഒരു വോട്ട് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ നേരത്ത് പറമ്പിൽ 2 ചീനിത്തെ കുഴിച്ച് വെക്കാം. ഓരോ വോട്ടും ഒരു തുള്ളി വെള്ളം പോലെയാണ്. അത് ചേർന്നാണ് കടലുണ്ടാകുന്നത്. വോട്ട് നിന്റെ അവകാശമാണ്, നിന്റെ കടമയാണ്. ചിലപ്പോൾ നിന്റെ ഓരോ വോട്ടായിരിക്കും നാടിന്റെ വികസനത്തിന് കാരണമാകുന്നത്. അതെ, ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. വോട്ട് ചെയ്യുക എന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്വവും. ഈ സന്ദേശവുമായി ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന തെരുവ് നാടകത്തിലെ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. സ്വീപ്, കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെയാണ് വിരൽ തുമ്പിലെ ജനാധിപത്യം എന്ന തെരുവ് നാടകം സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ വോട്ടിംഗ് ശതമാനം കുറഞ്ഞ പ്രദേശങ്ങളിൽ ഓരോ വോട്ടിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് വളരെ ലളിതമായ നാട്ടുഭാഷയിൽ വോട്ടർ അവബോധം വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് നാടകം അവതരിപ്പിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ വിശേഷങ്ങൾ തീർന്നില്ല. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്താൻ പ്രയാസമുള്ള മേഖലകളിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രദേശമാണ് ഇടുക്കിയിലെ ഇടമലക്കുടി.
ദുർഘടമായ പാതകളും വന്യമൃഗങ്ങളുടെ സാന്നിധ്യവുമുള്ള ഇടമലക്കുടിയിൽ വോട്ടെടുപ്പ് നടത്തുക എന്നത് ജനാധിപത്യ പ്രക്രിയ മാത്രമല്ല, ഒരു സാഹസിക പ്രവർത്തനം കൂടിയാണ്. ചെങ്കുത്തായ കാട്ടുപാതകളിലൂടെ പ്രതിസന്ധികൾ വകഞ്ഞുമാറ്റി കിലോമീറ്ററുകളോളം നടന്നാണ് ഇവിടെ പോളിംഗ് ഉദ്യോഗസ്ഥർ എത്തുന്നത്. രാജമലയിൽ നിന്നും 17 കിലോമീറ്റർ ഉൾവനത്തിലാണ് ഇടമലക്കുടി പഞ്ചായത്ത്. ഇവിടെ 1800ഓളം വോട്ടർമാർക്കായി 3 പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കുന്നത്. ഇവിടുത്തെ നല്ല വാർത്ത എന്തെന്നാൽ ഇടമലക്കുടിയിലേക്ക് പോളിംഗ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കുകയല്ല, മറിച്ച് താൽപ്പര്യമുള്ളവരിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നിരവധി ഉദ്യോഗസ്ഥരാണ് ഇടമലക്കുടിയിലേക്ക് പോളിംഗ് ജോലികൾക്കായി പോകാൻ സന്നദ്ധരായി എത്തുന്നത്. സാഹസികമായി സഞ്ചരിക്കേണ്ടതിനാലും താമസത്തിനുള്ള പ്രയാസം കണക്കിലെടുത്തും 45 വയസ്സിന് താഴെയുള്ളവരാണ് സംഘത്തിലുണ്ടാവുക. ജനാധിപത്യത്തിന്റെ കരുത്തുറ്റ മറ്റൊരു മുഖം. വോട്ടർമാരെ പ്രോത്സാഹിപ്പിക്കാൻ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതിലൊന്നാണ് ഹൽവ മധുരം. നിങ്ങളൊരു കന്നി വോട്ടറാണോ? അതായത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ട് ഇതാദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്ന ആൾ. നിങ്ങൾക്ക് ഹൽവ ഇഷ്ടമാണോ? എങ്കിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അല്പം ഹൽവ രുചിയും നുണഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാം. കന്നി വോട്ടർമാരെ പ്രോത്സാഹിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ട് സ്വീറ്റൻ കേരള പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് മധുര വിതരണം. ഓരോ ജില്ലയിലും തെരഞ്ഞെടുക്കപ്പെട്ട പോളിംഗ് ബൂത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഏത് പോളിംഗ് ബൂത്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ജില്ലാ വരണാധികാരിക്ക് തീരുമാനിക്കാം. പ്രത്യേകം തയ്യാറാക്കിയ 200 ഹൽവ പാക്കറ്റുകളാണ് ഓരോ ജില്ലയിലും എത്തിക്കുക. വോട്ടിനൊപ്പം മധുരവും. പ്രത്യാശയുടെ വിശുദ്ധ വാരാചരണത്തിലാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ. യേശുദേവന്റെ കുരിശിന്റെ വഴിയിലെ 14 പ്രയാണങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ദൃശ്യരൂപങ്ങളിലൂടെ ഓരോ പ്രയാണത്തെയും വിശ്വാസി അടുത്തറിയുന്നു. എന്നാൽ കാഴ്ച പരിമിതർക്ക് കൂടി ഈ ദൃശ്യാവിഷ്കാരം അനുഭവിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ ഒരു നൂതന സംരംഭവുമായി എത്തിയിരിക്കുകയാണ് തൃശൂർ വ്യാകുലമാതാ ബസലിക്ക പള്ളി എന്ന പുത്തൻ പള്ളി. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്കായുള്ള ലോകത്തിലെ തന്നെ ആദ്യ സമ്പൂർണ്ണ ആക്സസിബിൾ കുരിശിന്റെ വഴിയാണ് സ്പർശനത്തിലൂടെയും ശബ്ദത്തിലൂടെയും അനുഭവിച്ചറിയാൻ സാധിക്കുന്ന രീതിയിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിർമ്മിത ബുദ്ധിയുടെ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ കൃത്യമായി രൂപകൽപ്പന ചെയ്ത ത്രിമാന ചിത്രങ്ങളാണ് ഇതിന്റെ പ്രധാന ആകർഷണം. ബ്രെയിൽ ലിപിയിലുള്ള നിർദ്ദേശങ്ങളും മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള വിവരണങ്ങളും ചേർന്ന് പരസഹായമില്ലാതെ കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് കുരിശിന്റെ വഴിയിലെ ഓരോ അധ്യായവും അനുഭവിച്ചറിയാനാകും. എഞ്ചിനീയറിംഗ് സ്ഥാപനമായ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ സംനിത സോഷ്യൽ ഇൻക്ലൂഷൻ ലാബും പുനർജീവ ടെക്നോളജി സൊല്യൂഷൻസ് എന്ന സ്റ്റാർട്ടപ്പും ചേർന്നാണ് ഈ നൂതന പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. സാങ്കേതിക വിദ്യ മനുഷ്യത്വത്തെയും കരുണയെയും കൂടി ഉൾക്കൊള്ളുമ്പോൾ ഒരു സമൂഹത്തെ എങ്ങനെ ചേർത്തു പിടിക്കാം എന്നതിന്റെ ഒരു ഉദാത്ത മാതൃക. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. അവതരണം ലിൻസ സ്വരാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ.